Hello dear students, all of you welcome to this video. In this video we are covering what are the factors to be considered while determining the cash flows of a capital budgeting project and what are the different types of cash flows. Okay, and other considerations that you have to keep in mind while going for a capital budgeting project. And before that, different factors influencing the capital budgeting decision or the factors influencing capital expenditure decisions that we already discussed anyway. Even for refreshing you, what are the factors that we have to consider? The degree of uncertainty, legal factors, the availability of funds, future earnings to be generated from that project, obsolescence, research and development, some important cost consideration, the urgency of the project. All these factors will affect your capital expenditure decision. Capital budgeting is actually the involvement of a capital expenditure, or simply that is the purchase of a fixed asset. That is the best example for remembering the capital budgeting, the term capital budgeting. And in this video we discuss first of all what are the factors you have to consider while determining the cash flows. So these are the things that we have to consider. So for a capital budgeting decision, it is necessary to identify the cost and benefits involved in a project. The costs are termed as cash outflows and the benefits are termed as cash inflows. Capital budgeting നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണെന്ത്? ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബെനിഫിറ്റ്സ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ഫ്രം എ പ്രോജക്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഇൻസ്റ്റാൾ ചെയ്ത് ഡിസൈഡ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോസ്, ബെനഫിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന് നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വാങ്ങാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ്, ഔട്ട്ലേ ആണ്. അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. സോ വൈൽ മേക്കിംഗ് എ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ യു ഹാവ് ടു കൺസിഡർ ദീസ് ടു തിങ്സ്. എന്തൊക്കെയാണ്? ക്യാഷ് ഇൻഫ്ലോസ് യു ഹാവ് ടു കൺസിഡർ, അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു കൺസിഡർ ദ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഓൾസോ. മീൻസ് യു ഹാവ് ടു മേക്ക് എ കമ്പാരിസൺ ഓഫ് the cash inflows and cash outflows of the project, or you have to make a cost benefit analysis for selecting the most profitable project. ഇപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നെറ്റ് പ്രോഫിറ്റ് എറൈവ് ചെയ്യുന്നത്, അതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആസ് പെർ യുവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ യുവർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് യു നോ. അല്ല, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ക്യാഷ് ഇൻഫ്ലോ ആണ്. അക്കൗണ്ടിങ് പ്രോഫിറ്റും യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഒരു അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പ്രോഫിറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോസ് യൂസ് ചെയ്യാം. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ, അത് യൂസ് ചെയ്യാം. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ടെക്നിക്സ്, ഈ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ടെക്നിക്സ്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ദാറ്റ് വി വിൽ കവർ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്, നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടെക്നിക്സിന് മോസ്റ്റ് ഓഫ് ദി ടെക്നിക്സ് ഇൻക്ലൂഡിങ് ദ മോസ്റ്റ് പ്രിഫേർഡ് ടെക്നിക് ഈസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, NPV മെത്തേഡ്. ആ ടെക്നിക്ക് അടക്കം യൂസ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോസ് എന്നുള്ള ടേമാണ്. ബട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സം ടെക്നിക്സ്, റൈറ്റ്? സോ ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കൺസിഡറേഷൻസ്, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ഡിറ്റർമൈനിങ് ദി ക്യാഷ് ഫ്ലോസ്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക്, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോസ് ഓർ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ്ഡ് നൗ. In most of the techniques we are using cash flows instead of accounting profit. അപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് ദ പ്രോഫിറ്റ് ആസ് പെർ യുവർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
അപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ഇൻകം ടാക്സ് ആഫ്റ്റർ ടാക്സസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ആഫ്റ്റർ പേയിങ് ടാക്സ് വാട്ട് എവർ ഈസ് ലെഫ്റ്റ് ഈസ് യുവർ അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ഈസ് എ നോൺ ക്യാഷ് ഐറ്റം. നോൺ ക്യാഷ് ഐറ്റം മീൻസ് for charging a depreciation you don't want to pay anything, means you don't want to make a cash payment. That is why it is a non-cash item, that is debited to our income statement, charged to our profit and loss account, അല്ലെങ്കിൽ that is there deducted in your income statement. Depreciation is a non-cash item. അപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് ഈസ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. പക്ഷേ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ. മീൻസ് ആഫ്റ്റർ കമ്പ്യൂട്ടിംഗ് ദ നെറ്റ് പ്രോഫിറ്റ് or profit you have to add back the amount of depreciation as it is a non-cash item, non-cash expense. So the difference between accounting profit and cash flow, that is clear to you, no? Then the second thing that you have to consider is, ഇപ്പോൾ ക്യാഷ് ഫ്ലോസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മൾ 1 കോടിൻ്റെ ഒരു അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ നമ്മളുടെ പ്രോഫിറ്റിൽ എത്ര ഇൻക്രീസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ ക്യാഷ് ഇൻഫ്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ആദ്യം നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണോ ക്യാഷ് ഫ്ലോ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെത്തേഡ് യു ആർ ചൂസിങ്. ആ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന മെത്തേഡ്, ARR മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ അക്കൗണ്ടിങ് പ്രോഫിറ്റാണ് യൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. അതാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോസ് ആണ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ല. ഓക്കെ, രണ്ടാമത്തതാണ് എന്ത്, രണ്ടാമത്തെ ഫാക്ടറാണ് ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ്. Only incremental cash flows are considered for capital budgeting decisions. Okay, incremental cash flows are those cash flows which are directly affected by the investment decision. Suppose currently you are having a cash flow of 1 lakh per year, 1 lakh per annum. If you are generating cash inflows, പുതിയൊരു പ്രപ്പോസൽ കൊണ്ട്, പുതിയൊരു ക്യാപിറ്റൽ ബജറ്റിംഗ്, പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുണ്ട്. ഇഫ് ദാറ്റ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഗോയിങ് ടു റേസ് ടു 1,50,000 പെർ ആനം, അവിടെ ഇൻക്രീസ് ഓഫ് ₹50,000 ഈസ് ദർ ഇൻ ദി ക്യാഷ് ഇൻഫ്ലോ അല്ലേ. എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് ₹50,000 ആണ്. ദാറ്റ് ഇൻക്രീസ് ഓൺലി യു കൺസിഡർ വൈൽ മേക്കിംഗ് ദിസ് ഡിസിഷൻ, റൈറ്റ്. അതുപോലെ തന്നെ ആ ഒരു അഡീഷണൽ 50,000 ജനറേറ്റ് ചെയ്യാൻ വി ഹാവ് ടു മേക്ക് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദാറ്റ് അഡീഷൻ, ദാറ്റ് ഇൻക്രീസ്, ദാറ്റ് ഈസ് കൺസിഡേർഡ് ഇൻ estimating, in determining the cash flows. So incremental cash flows that you have to consider. Okay, so for determining the incremental cash flows, the following points may be considered. What are the things that you have to consider in deciding the incremental cash flows? Incremental cash flows എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായല്ലോ, 1 lakh ഉള്ളത് 1,50,000 ആകുമ്പോൾ that we consider only that increase 50,000. അതുപോലെ നമ്മളുടെ കോസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഫിക്സ്ഡ് അസറ്റിൻ്റെ കോസ്റ്റ് 80 lakhs ആയിരുന്നു. വി ആർ incurring additional 20 lakhs, means our total investment is now 1 crore, means we consider only that increase of ₹20 lakhs cost. Okay, that increase is considered. അങ്ങനെ ഇൻക്രീസ് കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് വി ഹാവ് ടു കൺസിഡർ? ഏതൊക്കെയാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്? സങ്ക് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഓൾറെഡി ഇൻകേർഡ് ആൻഡ് ആർ ഇർറിക്കവറബിൾ. Hence, sunk costs are not at all considered while determining the incremental cash flows. They are irrelevant because they are irreversible or irrecoverable. Second one is opportunity cost. If an opportunity is foregone due to the project, then the opportunity cost will occur. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ്
നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ടു അണ്ടർടേക്ക് ദ പ്രസൻറ്റ് ഓൾട്ടർനേറ്റീവ്. ഇപ്പോൾ നമുക്ക് ആകെയുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ആകെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുള്ള ആകെ 2 crore rupees ഉള്ളൂ. നമുക്ക് 2 പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഫോർഗോ 1 പ്രോജക്റ്റ്. വി ഓൺലി ഹാവ് 2 crores ദാറ്റ് വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ 1 പ്രോജക്റ്റ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഫോർഗോ ചെയ്തിട്ടാണ് നമ്മൾ മറ്റേ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ BCom BBA എടുക്കുമ്പോൾ നിങ്ങൾ BCom എന്നുള്ള ഓപ്ഷൻ ഫോർഗോ ചെയ്തിട്ടാണ് BBA എടുക്കുന്നത്. അപ്പോൾ സോ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദി നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് യു ഫോർഗോൺ? നിങ്ങൾ ഒഴിവാക്കിയ മറ്റ് നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവിൻ്റെ എന്താണ് കോസ്റ്റ് ആണെന്ത്? കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ദിസ് കോസ്റ്റ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ ഡിറ്റർമൈനിങ് ദ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ്. ഓക്കെ, അപ്പോൾ സങ്ക് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടില്ല. എനിവേ ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. തേർഡ് വൺ ഈസ് ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് ഇൻഫ്ലേഷൻ. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? മണി ഹാസ് എ ടൈം വാല്യൂ. ഇപ്പോൾ എ റുപ്പി റിസീവ്ഡ് ടുഡേ ഈസ് മോർ വർത്ത് ദാൻ എ റുപ്പി റിസീവ്ഡ് ടുമോറോ. ഇപ്പോൾ നിങ്ങൾ ഒരാൾക്ക് ഇന്ന് 1,00,000 രൂപ കടം കൊടുക്കുകയാണ്, അടുത്ത 1 വർഷം കഴിഞ്ഞിട്ടാണ് അയാൾ തിരിച്ചു തരുന്നതെങ്കിൽ ഈ 1 lakh rupees ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ. ദ വാല്യൂ ഈസ് നോട്ട് ഈക്വൽ. മണി ഹാസ് എ ടൈം വാല്യൂ. If you are investing that 1 lakh rupee in the market and if you earn 10% return on that, your 1 lakh is 1,10,000 next year. So that 1 lakh is equal to 1,10,000 next year if the rate of interest that you earned is 10%. But money has a time value that you have to consider. ഇപ്പോൾ നിങ്ങൾ ക്യാഷ് ഇൻഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ 1 lakh ആണ്, സെക്കൻഡ് ഇയറും 1 lakh ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് 1 lakh received in 2 different periods are not equal. The value is different. That also you have to consider. That already you learned as part of your first module, I think. The fourth one is the working capital. Working capital means current assets minus current liabilities. As part of this particular new project, you have to have an increase in your current assets. അല്ലേ? കറണ്ട് അസറ്റ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻക്രീസ് വേണ്ടി വരും. ദാറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ആഡഡ് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് ദി പ്രോജക്റ്റ്. Means you have to consider the changes in your working capital because of your investment in the new project. So these 4 factors, sunk cost, opportunity cost, time value of money and inflation, working capital, these are the 4 factors that you have to consider while estimating the incremental cash flows. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അതിൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തേർഡ് വൺ ഈസ് ഇഫക്റ്റ് ഓഫ് ടാക്സസ്. സോ ഹിയർ in capital budgeting decisions, you have to estimate the cash flows. Cash flows means profit after tax but before depreciation. അപ്പോൾ ആഫ്റ്റർ ടാക്സ് ആണ്. സോ that impact of tax, that also that you have to consider. Suppose if the particular asset, old asset is replaced for purchasing a new asset. ഇപ്പോൾ നിങ്ങൾ ഓൾഡ് അസറ്റ് സെല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആണെങ്കിൽ ദാറ്റ് യു ആർ ക്രെഡിറ്റിംഗ് ടു യുവർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ ദാറ്റ് യു ആർ ആഡിങ് ടു യുവർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്രെഡിറ്റിംഗ് ടു യുവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫോർ ദാറ്റ് യു ആർ ലയബിൾ ഫോർ പേയിങ് ഇൻകം ടാക്സ്. അതേപോലെ തന്നെ നിങ്ങൾ ലോസിനാണ് സെല് ചെയ്യുന്നതെങ്കിൽ that you can charge to your profit and loss account. For that you can save income tax. അപ്പോൾ പ്രോഫിറ്റ് അത്രയും വരുമ്പോൾ അതിൻ്റെ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ലോസ് ആണെങ്കിൽ ആ ലോസ് ചാർജ് ചെയ്യുമ്പോൾ അത്രയും അതിന് ടാക്സ് കുറയ്ക്കുമ്പോൾ അതിനുള്ള ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അത്രയും ലോസ് ആകുമ്പോൾ അത്രയും കുറച്ച് എമൗണ്ട് പിന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടാകുള്ളൂ അല്ലേ. സോ ദാറ്റ് ഓൾസോ ദാറ്റ് സേവിങ് ഇൻ ടാക്സ് ലയബിലിറ്റി, ദാറ്റ് ഓൾസോ യു ഹാവ് ടു കൺസിഡർ. ആൻഡ് ദ ഫോർത്ത് ഫാക്ടർ ഈസ് ഇഫക്റ്റ് ഓഫ് depreciation. Depreciation is a non-cash item that affects your income tax also while estimating cash flows. ഇപ്പോൾ ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ ആണ്. ദ ഡിപ്രിസിയേഷൻ ഇഫക്റ്റ് ദറ്റ് ഓൾസോ യു ഹാവ് ടു കൺസിഡർ. ഓക്കെ, proceeds from the sale of asset that we already discussed. When a new asset is purchased to replace the existing assets, the proceeds from the sale of the old asset should be treated as cash inflow. Okay, so that also you have to treat. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇഫക്റ്റ് ഓഫ് ഓവർ ഹെഡ് കോസ്റ്റ് ആൻഡ് അതർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്.
Okay, if there is a change in overhead costs and indirect expenses because of our capital budgeting decision, when a particular project is accepted, implemented, and you expect that there is a change in the indirect costs or overheads, അതിനെ തന്നെയാണ് നമ്മൾ ഓവർഹെഡ്സ് എന്ന് പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ യു ഹാവ് ടു കൺസിഡർ ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ യുവർ ഓവർഹെഡ് കോസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ decision. So these are the factors to be considered while estimating your cash flows. Next one is, what are the different types of cash flows? Types of cash flows. There are 3 types of cash flows. First one is initial cash flow. Second one is net annual cash inflows or operating cash flows. And last one is terminal cash flows. ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു അസറ്റ് 2 crores ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2 crores rupees ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ക്യാഷ് ഔട്ട് ഫ്ലോ. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട് ഫ്ലോ ആണ് അല്ലേ. ദാറ്റ് ഈസ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഇനീഷ്യൽ പീരിയഡ്, 0 time period. ഇപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എത്ര കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യും അത് വാങ്ങാൻ, അതാണെന്ത് ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് ഇൻക്ലൂഡിംഗ് ഇൻഷുറൻസ്, ഫ്രൈറ്റ്, ഇൻസ്റ്റാളേഷൻ ചാർജസ്, etc. Opportunity cost of the asset, increase in working capital or additional working capital. സിംപ്ലി നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി, ഒരു പുതിയ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ പ്ലാന്റിലേക്ക് എത്തിക്കാനുള്ള, നമ്മളുടെ ബിൽഡിംഗ് ഫാക്ടറിയിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഫ്രൈറ്റ് ചാർജസ്, അതുപോലെ അത് നമ്മളുടെ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ ചാർജസ്, ഇൻഷുറൻസ് കോസ്റ്റ്, ഇതൊക്കെ എന്താണ്, അതൊക്കെ അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ക്യാഷ് ഔട്ട് ഫ്ലോ, ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് യുവർ പ്രോജക്റ്റ്. ഓക്കെ, രണ്ടാമത്തതാണെന്ത്, നെറ്റ് ക്യാഷ്, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഓർ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ്. ഓക്കെ, നമ്മൾ ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2 crores rupees ഇൻകർ ചെയ്യുമ്പോൾ വി ആർ എക്സ്പെക്റ്റിംഗ് എ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ഫ്രം ദാറ്റ് പ്രോജക്റ്റ്, അല്ലെങ്കിൽ എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ആർ എക്സ്പെക്റ്റഡ്. 2 crores ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോസിന് അല്ലെങ്കിൽ റിട്ടേൺസിന്, ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രോജക്റ്റിൻ്റെ, നമ്മളുടെ അസറ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 10 years ആണെങ്കിൽ 10 years നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് ബെനിഫിറ്റ്സ് റിസീവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ബെനിഫിറ്റ്സ്. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഈ മീൻ ചെയ്ത നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഓർ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ക്യാൻ ഒക്കർ ബൈ 2 means, അഡീഷണൽ റവന്യൂ, അതുപോലെ തന്നെ ക്യാഷ് സേവിങ് ഇൻ ഓപ്പറേഷൻസ് ആവാം. നമ്മളൊരു പുതിയ അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ, ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് 1 lakh rupees ആണ് ക്യാഷ് ഇൻഫ്ലോസ് പെർ ആനം ഓരോ വർഷവും. പുതിയ അസറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1,50,000 കിട്ടും എന്ന് വെച്ചാൽ അഡീഷണൽ ക്യാഷ് ഇൻഫ്ലോ, അഡീഷണൽ റവന്യൂ ഓഫ് ₹50,000 ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ഫ്രം ദാറ്റ് ന്യൂ പ്രോജക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് സേവിങ് ഇൻ ഓപ്പറേഷൻ ആവാം. എ ക്യാപിറ്റൽ പ്രോജക്റ്റ് മേ ലീഡ് ടു റിഡ്യൂസ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഇൻ ദിസ് കേസ് ദ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ്, നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻക്രീസസ്. ഒരു പുതിയ അസറ്റ്, ഒരു മെക്കനൈസ്ഡ് ലേബേഴ്സ് നേരത്തെ മാനുവലി ചെയ്തിരുന്ന ഒരു സംഭവത്തിന് പകരം നമ്മളൊരു മെക്കനൈസേഷൻ പ്രോസസ്സ്, ഒരു പുതിയ മെഷീൻ കൊണ്ടുവരികയാണ്. അതാണ് നമ്മളുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷനെങ്കിൽ അത് നമ്മളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും അല്ലേ. മെക്കനൈസേഷൻ വരുമ്പോൾ എന്താകും, വി ക്യാൻ സേവ് എ ലോട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ അതും എന്താണ്, that is also a kind of cash inflow. Okay, and the last one is terminal cash flows. Terminal cash flows എന്ന് പറയുന്നത്, terminal, that is received, cash inflows received for the last or terminal year of project. 10 years ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു അസറ്റ് വാങ്ങിയ 10 years നമ്മൾ അതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 years ആണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എങ്കിൽ അറ്റ് ദ ലാസ്റ്റ് ഇയർ, the time of the last year, the terminal year, 10th year,
അതിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യുന്ന, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ് എന്ത്, ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഡിസൈഡിങ് ടു സെൽ ദാറ്റ് അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ 10th year, you will be receiving some salvage value or scrap value. That is one of the terminal cash inflows. സോ ഒരു പെർട്ടിക്കുലർ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാവുന്ന ക്യാഷ് ഇൻഫ്ലോസ്, ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിങ്ങിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോസ് എന്നുള്ള ടേമാണ്. മിക്കവാറും എല്ലാ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സിലും നമ്മൾ യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ല, ക്യാഷ് ഫ്ലോസ് ആണ്. ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഡിപ്രിസിയേഷൻ ആണ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോ ആകാം, ക്യാഷ് ഔട്ട്ഫ്ലോ ആകാം. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ എത്രയാണോ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത്, അതാണ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കോസ്റ്റ്. ഒരു അസറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കോസ്റ്റ്. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, അതിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന ബെനിഫിറ്റാണ്. ദാറ്റ് ഈസ് ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ദ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഡിപ്രിസിയേഷൻ ആണ്. ഈ രണ്ടെണ്ണം കൂടാതെ വേറെ ഒരു ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ദി അസറ്റ് വി ആർ എക്സ്പെക്റ്റിംഗ് സം എമൗണ്ട് ഓഫ് മണി ആസ് സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ. അതാണ് ടെർമിനൽ ക്യാഷ് ഫ്ലോസ്. അപ്പോൾ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് യു ഹാവ് ടു കൺസിഡർ. പിന്നെ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ്, ഇതൊന്നും അല്ലാതെ അതർ ഇൻഫോർമേഷൻ റിക്വയർഡ് ഫോർ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡെസിഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അപ്പാർട്ട് ഫ്രം ക്യാഷ് ഫ്ലോസ് other information are also required for capital budgeting decision, like required rate of return. Required rate of return എന്ന് പറയുന്നത് എന്താണ്, the expected rate of return from a proposal required in order to adjust your future cash flows, right? And investment proposal is accepted when the return from it is more than the required rate of return. This required rate of return is called the cost of capital or the cut-off rate or the hurdle rate. For example, നിങ്ങളൊരു ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ യു ആർ എക്സ്പെക്റ്റിംഗ് 20% return from that project. 20% return, that is your expected rate of return, that is your required rate of return. നിങ്ങൾക്ക് കിട്ടേണ്ട 20% റിട്ടേൺ എങ്കിലും നിങ്ങൾക്ക് കിട്ടണം, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കട്ട് ഓഫ് റേറ്റ് എന്ന് പറയും. മിനിമം 20% കിട്ടണം, അല്ലെങ്കിൽ ഹഡിൽ റേറ്റ് എന്ന് പറയും. ഇപ്പോൾ 20% ആണ് നിങ്ങളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് യുവർ പ്രോജക്റ്റ് ഈസ് ഓൾസോ ഗിവിങ് 20% റിട്ടേൺ, ദെൻ യു ക്യാൻ ആക്സെപ്റ്റ് ദാറ്റ് പ്രോജക്റ്റ്. അല്ല, നിങ്ങളുടെ പ്രോജക്റ്റ് ഈസ് ഗിവിങ് 25% റിട്ടേൺ, യു ആർ റിക്വയറിങ് ഓൺലി 20% റിട്ടേൺ, 5% extra return, additional return is produced by this particular new project. In that case also you can accept that project. നിങ്ങളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 20 ആണ്, ബട്ട് ദ പ്രോജക്റ്റ്, ദ ന്യൂ അസറ്റ് ഗിവ് യു എ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് 18%, ഫോർ എക്സാമ്പിൾ. അപ്പോൾ എന്താണ്, ദാറ്റ് പ്രോജക്റ്റ് ദാറ്റ് വി വിൽ നോട്ട് ആക്സെപ്റ്റ്. നമ്മൾ ആ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് ഡെസിഷൻ, ആ ഒരു പെർട്ടിക്കുലർ അസറ്റ് വാങ്ങാനുള്ള ഡെസിഷൻ എടുക്കില്ല. അപ്പം അങ്ങനെ നമ്മളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുക, കട്ട് ഓഫ് റേറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക, അല്ലെങ്കിൽ ഹഡിൽ റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇത് കൂടാതെ സം അതർ തിങ്സ് ലൈക്ക് ഇക്കണോമിക് ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ്. ഇപ്പോൾ ഒരു രണ്ട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു പ്രോജക്റ്റിന് 10 years ലൈഫാണ്, വേറൊന്ന് നമ്മൾ ആ അസറ്റ്, ആ ഒരു മെഷീൻ നമുക്ക് ഒരു 15 years യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും ഒരേ ക്യാഷ് ഇൻഫ്ലോസ് ആണെങ്കിൽ എസ്റ്റിമേറ്റഡ് ലൈഫ് 15 years ഉള്ളത് ആക്സെപ്റ്റ് ചെയ്യണതായിരിക്കും നമുക്ക് നല്ലത്. അതുപോലെ യു ഹാവ് ടു കൺസിഡർ ദി ഇക്കണോമിക് ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ്, the funds available with you and the risk of obsolescence. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ടെക്നോളജി ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ്, എല്ലാ സമയത്തും ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ റാപ്പിഡ് ചേഞ്ച് ഓഫ് ടെക്നോളജി ഉള്ള ഒരു അസറ്റാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ റിസ്ക് ഓഫ് ഒബ്സലസൻസ്, അത് ഒബ്സലീറ്റായി പോകാനുള്ള, അസറ്റ് ഔട്ട് ഓഫ് ഇതായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, that also you have to consider while making your capital budgeting decision. So these are the things that we have to cover today. Hope it is clear.